ആരെയായാലും വിശ്വസിക്കരുതെന്നുള്ളത്. ചില ഇത്തിൽക്കണ്ണികൾ അറിയില്ലേ, വരം ചുറ്റിപ്പിടിച്ച് ചേർത്ത് അതിൻ്റെ ജലാംശമെല്ലാം ഊറ്റി പിടിക്കുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇപ്പോൾ കണ്ടത്. കാരണം അത്രയും സ്വന്തം കൂട്ടുകാരൻ്റെ മോളെന്ന് പറയുമ്പോൾ ആരാ? സ്വന്തം മോൾ. ആ രീതിയിൽ കാണണം. ആ രീതിയിൽ കാണേണ്ട ഒരുത്തനിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടായത്. കാരണം ഇത് ഒരു വിധത്തിൽ നല്ലതെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര ആളുകളുടെ പബ്ലിക് ഒരു ഹോട്ടലിൽ വെച്ചാണ്. ആ പബ്ലിക്കിൽ ഈ കണ്ടു കിട്ടിയ ആൾക്കാർ വഞ്ചി കിട്ടി നന്നായി. ഇപ്പം ആ സുഹൃത്തിൻ്റെ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോഴാണ് ഈ പെൺകുട്ടി മാത്രമുള്ള സമയത്താണ് ഇയാൾ കയറി ചെന്നെങ്കിലും, അല്ലെങ്കിൽ എന്തോ വിശ്വസിച്ച് ഈ പെൺകുട്ടി എന്തെങ്കിലും ആവശ്യത്തിന് സുഹൃത്തല്ലേ, എന്തെങ്കിലും സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിൽ ആരെങ്കിലും ഈ കുട്ടി ലൈംഗിക ചൂഷണത്തിനിരയായെങ്കിലും അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ കൊടുത്തത് നല്ല, ഇത് കുറച്ചുകൂടെ കൊടുക്കണമായിരുന്നു. അവനെ എണീറ്റ് നടക്കാൻ രീതിയിലാക്കണമായിരുന്നു. കാരണം ഇപ്പം തന്നെ ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് വരെ എത്ര വലിയ തെളിവാണ്. എത്ര സുഹൃത്താക്കിയാണ് ഇങ്ങനെയുള്ള മദ്യപിച്ച് കൂട്ടുകൂടുന്നതാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ്. അതെപ്പോഴും പറയാം, അത് ശരീരത്തിന് മാത്രമല്ല കുടുംബപരമായിട്ടും ഒക്കെ ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇത്ര കാര്യങ്ങൾക്കൊന്നും നമ്മളെല്ലാവരിൽ നിന്നും അകന്നിരിക്കുക. കാരണം നമ്മുടെ കുടുംബത്തെ മാത്രം ഫോക്കസ് ചെയ്യുക. ഈ കൂട്ടുകെട്ടുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് വിശ്വസിച്ചും എന്നൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ എപ്പോഴൊക്കെ നമുക്ക് പണി തരുന്നത്. ഇത് ശാരീരികമായിട്ടല്ല, സാമ്പത്തികമായിട്ടും എല്ലാവരും. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. ഇതിൽ നല്ല കൈകാര്യം ചെയ്യുന്ന നാട്ടുകാർക്കൊരു സല്യൂട്ട്.